ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360യിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എറിക്സൺ എംപവറിംഗ് ഗേൾസ് സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിലാണ് നമ്മളിന്ന് നോക്കുന്നത്. ആർക്കൊക്കെ ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം, ആരാണ് ഇതിന് എലിജിബിൾ ആയിട്ടുള്ളത്, എത്ര രൂപ വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് എലിജിബിൾ ആയവർക്ക് ലഭിക്കുക, ഏതൊക്കെ സ്ട്രീമാണ് ഇതിന് എലിജിബിൾ ആയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. എറിക്സൺ എംപവറിംഗ് ഗേൾസ് സ്കോളർഷിപ്പ് പ്രോഗ്രാം എന്നത് പ്രമുഖ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സേവനദാതാക്കളായ എറിക്സൺ ഇന്ത്യയുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അതായത് CSR സംരംഭമാണിത്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന എന്നാൽ അക്കാദമിക് പരമായിട്ട് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പെൺകുട്ടികൾക്ക് എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കാൻ സാമ്പത്തിക സഹായം നൽകി അവരെ ശാക്തീകരിക്കുക എന്നതാണ് ഈ ഒരു സ്കോളർഷിപ്പിന്റെ പ്രാഥമിക ലക്ഷ്യം തന്നെ. സാമ്പത്തിക തടസ്സങ്ങൾ കാരണം പഠനം നിർത്തേണ്ടി വരുന്ന പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കാനും ഈ ഒരു മേഖലയിലെ പങ്കാളിത്തം അതായത് ഗേൾസിനെ കൂടുതലും പങ്കാളിത്തം ഉറപ്പാക്കുകയാണ് ഈ ഒരു പ്രോഗ്രാം സ്കോളർഷിപ്പിലൂടെ ചെയ്യുന്നത്. നിങ്ങളുടെ വിദ്യാഭ്യാസ യാത്രയിലെ എല്ലാ എൻട്രൻസ് പരീക്ഷാ തയ്യാറെടുപ്പുകൾക്കും സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻസും നടപടികൾക്കുമായിട്ട് കരിയർ ഗൈഡൻസിനുമായിട്ട് എല്ലാ ന്യൂ അപ്ഡേഷൻസും നിങ്ങളുടെ സ്വന്തം ഇൻസൈറ്റ് 360 മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ആർക്കൊക്കെയാണ് ഈ ഒരു സ്കോളർഷിപ്പിന് എലിജിബിൾ ആയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ താഴെ പറയുന്ന യോഗ്യതാ മാനദണ്ഡങ്ങൾ നിർബന്ധമായിട്ടും നമ്മൾ പാലിച്ചിരിക്കണം. ഇന്ത്യയിലെ പെൺകുട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. എഞ്ചിനീയറിംഗ് കോഴ്സുകളെ 2ാം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കണം എന്നുള്ളതുണ്ട്. അതുപോലെ തന്നെ താഴെ പറയുന്ന 4 എഞ്ചിനീയറിംഗ് സ്ട്രീമുകൾ പഠിക്കുന്നവർക്കാണ് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒന്ന് കമ്പ്യൂട്ടർ സയൻസ്, second one information technology, then information and communication ടെക്നോളജി, ദെൻ ടെലികമ്മ്യൂണിക്കേഷൻ. ഇത്രയും സ്ട്രീമുകളുള്ള കുട്ടികൾക്ക് പഠിക്കുന്ന സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അതുപോലെ സ്റ്റേറ്റ് UGC അംഗീകാരമുള്ള കോളേജുകളിലെ സ്ഥാപനങ്ങളിലോ പഠിക്കുന്നവരായിരിക്കണം. മുൻ വർഷത്തെ അവസാന പരീക്ഷയിൽ കുറഞ്ഞത് 6.5 GPA അല്ലെങ്കിൽ തതുല്യമായ മാർക്ക് നേടിയിട്ടുണ്ടായിരിക്കണം. കുടുംബത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം എല്ലാ സ്രോതസ്സുകളിലും കൂടി 6 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. പ്രത്യേക പരിഗണന ലഭിക്കുന്ന വിഭാഗക്കാരെന്ന് പറഞ്ഞാൽ ഭിന്നശേഷിയുള്ളവരെ, അനാഥരെ, അതുപോലെ തന്നെ സിംഗിൾ പാരൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന കുട്ടികൾ, ഇവർക്കെല്ലാം ഈ ഒരു സ്കോളർഷിപ്പ് വഴി മുൻഗണന ലഭിക്കുന്നുണ്ട്. ഒഴിവാക്കപ്പെട്ടവരെന്ന് പറയുമ്പോൾ എറിക്സൺ റിലേറ്റഡ് ആയിട്ടുള്ള ജീവനക്കാരുടെ കുട്ടികൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനായിട്ട് അർഹതയുണ്ടായിരിക്കുന്നതല്ല. ഈ ഒരു സ്കോളർഷിപ്പ് തുകയും ഇതിന് അവസാന തീയതിയും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം 70,000 രൂപ വീതം സ്കോളർഷിപ്പിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ 70,000 എന്നുള്ളത് നിങ്ങൾക്ക് റിന്യൂവൽ ചെയ്യാൻ പറ്റും മറ്റുള്ള 2 വർഷത്തേക്കും കൂടി. അപ്പോൾ വൺസ് നിങ്ങൾ ഇതിന് ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിന്യൂവലേഷൻ മാത്രം ചെയ്താൽ മതിയായിരിക്കും. അതുപോലെ ഈ തുകയുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഈ തുക ട്യൂഷൻ ഫീസ്, അതുപോലെ ഹോസ്റ്റൽ ഫീസ്, പുസ്തകങ്ങൾ, ലാപ്ടോപ്പ്, മൊബൈൽ പോലെയുള്ള ഉപകരണങ്ങൾക്കെല്ലാം പ്രതിമാസം അലവൻസ് ആയിട്ട് നിങ്ങൾക്കിത് വിനിയോഗിക്കാവുന്നതാണ്. ഇതിന് അപേക്ഷിക്കാനുള്ള ഡേറ്റ് ഈ മന്താണ് 2025. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, ഇതിനാവശ്യമായ രേഖകൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതുപോലെയുള്ള എല്ലാ ന്യൂ അപ്ഡേഷൻസിനുമായിട്ടും നിങ്ങൾക്ക് ഇൻസൈറ്റ് 360 എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പേജ് ഫോളോ ചെയ്യുകയും ചെയ്യാം. ഇതിനാവശ്യമായ രേഖകളും അപേക്ഷിക്കേണ്ട പ്രധാന രേഖകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് തിരിച്ചറിയൽ രേഖ ഉണ്ടായിരിക്കണം. അതുപോലെ നിലവിലത്തെ വർഷത്തെ പ്രവേശന പരീക്ഷയുടെ അതായത് അഡ്മിഷൻ ലെറ്റർ, ബോണഫൈഡ് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായിരിക്കണം. 10th, +2, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് 1ാം വർഷം എന്നിവയുടെ മാർക്ക് ഷീറ്റുകൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കുടുംബ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിങ്, അതുപോലെ വിശദ വിവരങ്ങൾ, ഫീസ് റെസിപ്റ്റ്, ഫോട്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് November 30th ആണ്. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇൻസൈറ്റ് 360 ആപ്പ് വഴി നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണിത്. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റിലോ DMലോ 360 എന്ന് ടൈപ്പ് ചെയ്യുക, ചാറ്റ് ചെയ്യുകയോ ചെയ്യാം. ഞങ്ങളുടെ മെൻറ്റേഴ്സുമായിട്ട് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ്, നിങ്ങൾ ആപ്ലിക്കേഷൻ മൂവിങ് ടൈമിൽ എന്തെങ്കിലും ഡീറ്റെയിൽസോ നിങ്ങൾക്ക് ഡൗട്ട്സുകളോ വരുവാണെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ മെൻറ്റേഴ്സുമായിട്ട് സംസാരിക്കാവുന്നതാണ്.